പുലിമുരുകൻ ലാലേട്ടൻ്റെ ഫാക്ടർ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മാസമായിട്ടൊരു പമ്പപ്പ് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കത്തും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ലാലേട്ടൻ മമ്മൂക്കെന്നൊക്കെ പറഞ്ഞ പെട്രോൾ ഒക്കെ പോലെ നമ്മള് ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ള വരച്ചിട്ടാൽ മതി പൊന്തി ആളി കത്തും എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഒരു പവറുള്ള അങ്ങനെ ഒരു പവർഫുൾ ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ മ്യൂസിക്കിന്റെ പവർ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ബാക്ക് ടു തിയേറ്ററിൽ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈക്ക് മുരുക പുലിമുരുക കേൾക്കുമ്പോൾ ലാലേട്ടൻ നമുക്ക് മറക്കാൻ പറ്റില്ല ആ ഒരു എനർജി. അത് സമയത്ത് പകരം വേറെ എന്ത് മ്യൂസിക് വായിച്ചാലും തളർന്നു പോകും. ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷമാണോ ഇപ്പൊ ഈ പറഞ്ഞ മുരുക പുലിമുരുക ഉണ്ടാക്കിയത്? ഷൂട്ട് ചെയ്യുന്നതിനൊക്കെ ശേഷം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ടിട്ടുള്ള ഒരു പ്രചോദനവും തീർച്ചയായിട്ടും അതിന്റെ അഭിനയവും എന്ന് പറയുന്ന സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന കാര്യം.